പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പുലരി നമുക്ക് കർത്താവ് ദാനമായി തന്നു. ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ, ബലത്തോടെ, നന്ദിയോടെ കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ കർത്താവ് തന്ന നല്ല ഭാഗ്യത്തിനായി കർത്താവിനോട് നീതിസൂര്യനാകുന്ന നല്ല ആ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് വേദവചന ധ്യാനത്തിലൂടെ ആരംഭിക്കാൻ തക്കവണ്ണം ഒരു വേദവചനം വായിക്കുന്നു. 1 കൊരിന്ത്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. 1 Corinthians chapter 2 verse 15 and 16. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാർ, നാമോ ക്രിസ്തുവിനുള്ളവർ ആകുന്നു. നമുക്ക് അറിയാവുന്ന വചനമാണ്. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. ആത്മീകൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അത് സ്പിരിച്വൽ മാൻ, അതിലേക്ക് വരാം. അതിനുശേഷം പറയുന്ന അവസാനത്തെ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് ഗ്രഹിപ്പിക്കുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. ഹല്ലേലൂയ. ആ വചനം ഒന്ന് കേട്ടെ. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. യേശു കർത്താവിൻ്റെ മനസ്സിന് പ്രത്യേകമുണ്ട്. അത് കമ്പാഷനേറ്റ് ഹാർട്ടാണ്, കമ്പാഷനേറ്റ് മൈൻഡാണ്, ആർദ്രതയുള്ള മനസ്സാണ്. ശിശുക്കളെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവരോട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, നിൽക്കുന്ന ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ശിശുക്കളെ വരുവാൻ വിടുവാൻ തടയരുതെന്ന് പറഞ്ഞ് ശിശുക്കളെ അടുക്കൽ വിളിച്ച കർത്താവ്. അപ്പോൾ തന്നെ ആ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്, ഈ ഒരു മനസ്സലിവിൻ്റെ കർത്താവാണ്. അവരെ വഴി വിടാൻ പറ്റത്തില്ല, അവർ തളർന്നു പോകും. അതുകൊണ്ട് അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുത്തു വിട്ട്, അങ്ങനെ ഒരു കമ്പാഷനേറ്റ് ഹൃദയം. ആ ഹൃദയത്തിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്, വേദനപ്പെടുന്നവരോടുകൂടെ വേദനപ്പെടുക. അവിടെ ഒരു വാക്കുണ്ട്, അവിടെ സിമ്പതിയല്ല, ഒരാളെ കണ്ടിട്ട് തോന്നുന്നത് സിമ്പതിയല്ല. ഒരു ധർമ്മക്കാരനെ കണ്ടു, അയാൾക്കോട് സിമ്പതി തോന്നി, അയാൾക്കൊരു 10 രൂപ കൊടുക്കുന്ന ആ മനസ്സല്ല, മറിച്ച് കർത്താവിൻ്റെ മനസ്സെന്ന് പറഞ്ഞ എമ്പതിയുടെ അർത്ഥം ഇഴുകിച്ചേരുക, താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെയാ. ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന്, ഈ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിനെ കുറിച്ച് ഒന്നറിയണം. ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന്, ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന്, ആ വേദനയിലേക്ക് ഇറങ്ങി വന്ന്, അത് അനുഭവിച്ച് സൗഖ്യമാക്കുവാൻ, അത് അനുഭവിച്ച് വിടുതൽ കൽപ്പിക്കുവാൻ, ആ യാഥാർത്ഥ്യമാകുന്ന വേദനയ്ക്കകത്ത്, പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വന്ന്, ആ പ്രതിസന്ധി എന്തെന്ന് അറിഞ്ഞ്, ഹൃദയം കൊണ്ട് അറിഞ്ഞ് അവിടെ വിടുതൽ കൽപ്പിക്കാൻ ശക്തിയുള്ള ഒരു ദൈവത്തെ സേവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വേഷത്തിൽ അതേ മനുഷ്യനായി, അതേ സ്വർലോക മഹിമകളെ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങുന്ന വേഷത്തിൽ മനുഷ്യനായി ദാസ്യ രൂപമെടുത്ത് തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുമ്പോൾ, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട മഹാപുരോഹിതൻ എന്താ പറയുന്നത്? നമ്മുടെ വേദനകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഇതാ നമ്മുടെ വേദനകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഇതാ കർത്താവിന്റെ പ്രത്യേകത. ഇന്ന് ഈ കർത്താവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുമിച്ച് കാത്തിരിക്കുമ്പോൾ, ഇത് കർത്താവ് നമുക്ക് തരുന്നൊരു അഷ്വറൻസാ. കർത്താവിനറിയാം, ഒരുവൻ ഇംഗ്ലീഷ് ചാനലിൽ നീന്തി കടന്ന് ഒരുവൻ അറിയാം അവിടുത്തെ തണുപ്പും അവിടുത്തെ വേദനയും. അവൻ പറയും, ഇത് കടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഹിമാലയം കയറി കഴിഞ്ഞ് ടെൻസിങ്ങോ കിലാരിക്കോ പറയും, നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം ഇങ്ങനെയുള്ള 8,000 മീറ്റർ മേലിലോട്ട്, 8,000 മീറ്റർ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്സിജൻ ഇല്ല, ഇങ്ങനെ കാര്യങ്ങളുണ്ട്, സാഹചര്യമുണ്ട്. പക്ഷേ കയറാനുള്ള ശക്തി നിങ്ങൾക്ക് തരും. അത് കയറി ഒരുവനെ അറിയത്തുള്ളൂ. ചന്ദ്രനിൽ പോയിട്ടുള്ള നീലാം സ്ട്രോങ്ങിനെ അറിയത്തുള്ളൂ. അവിടെ പോകുന്ന കഥ പറയാൻ അയാൾക്കേ പറ്റുകയുള്ളൂ. ഇവിടെ വേദന അനുഭവിച്ചിട്ടുള്ള പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:2-3 വാക്യങ്ങൾ പറയുന്നു, അതേ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ദൈവം. അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, നിർദോഷൻ, നിർമ്മലൻ. നമുക്ക് അതേ എബ്രായ ലേഖനത്തിന്റെ പറയുന്നത്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമുക്കുള്ളത്. അങ്ങനെ കഴിയുന്ന ഒരുവനുണ്ട്. അതുകൊണ്ടാണ്
ആ ക്രിസ്തുവിൻ്റെ മനസ്സ്, ഒന്ന് ക്രിസ്തുവിൻ്റെ മനസ്സുകൊണ്ട് പറയുമ്പോൾ തന്നെ ആ ക്രിസ്തു നമ്മളോട് കൂടെയുണ്ട്. രണ്ട്, സഹജീവികളോട് കരുണയുള്ള, ആർദ്രതയുള്ള, കമ്പാഷനുള്ള ആ ഹൃദയം, മറ്റുള്ളവരെ താങ്ങുന്ന ഹൃദയം, മറ്റുള്ളവരെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ഹൃദയം, അത് ഒന്ന്. രണ്ട്, അവിടെ പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സ് ഗ്രഹിച്ചിരിക്കുന്നവനാ, കർത്താവിൻ്റെ മനസ്സറിയുന്നവനാ. അതിന് മേളൊരു വാക്യം പറയുന്നുണ്ട്, ആത്മീകനെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായി തീരാൻ പറ്റുകയുള്ളൂ. ആത്മീകനെ കർത്താവിനെ അനുഗമിക്കാൻ പറ്റില്ല. ആത്മീകൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്പിരിറ്റുള്ളയാളെന്ന് നമുക്ക് പറയാം. യേശു കർത്താവിന്റെ സ്പിരിറ്റ്, അതേ ആ സ്പിരിറ്റുള്ളവയാൾ. ആത്മീകനോ എല്ലാം വിവേചിക്കും. ആത്മീകൻ അറിയാം, ആവശ്യം അറിയാം, ആളെ അറിയാം, വ്യക്തിയെ അറിയാം, സാഹചര്യം അറിയാം, വ്യക്തികളെ അറിയാം. ജോസഫ് നിന്ന് വിവേചിച്ചു. എപ്പോഴാണെന്നറിയാമോ? ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത് പൊത്തിഫേറിന്റെ ഭാര്യയുടെ അടുത്ത് നടത്തിയ കൃപാവരത്തിന്റെ പേരാണ് വിവേചനാവരം. പൊത്തിഫേറിന്റെ ഭാര്യ അടുത്തേക്ക് വരുമ്പോ, അത് ഈ ആഗ്രഹത്തോടെ അടുത്തേക്ക് വരുമ്പോ അവനോ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അവൻ പറയുന്ന വാക്കിത, നീ അവന്റെ ഭാര്യ ആകയാൽ നിന്നെ അല്ലാതെ ഒന്നും നിരോധിച്ചിട്ടില്ല. അവിടെ പറയുമ്പോ വാക്ക് കേൾക്കുമ്പോ ഇവിടെ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ ശ്ലീഹ പൗലോസ് പറയുന്ന ഈ വാക്ക് അന്വർത്ഥമാണ്. അവിടെ പറയുകയാണ്, ആത്മീകൻ സകലത്തെയും വിവേചിക്കുന്നു. അവന്റെ പേരാ ആത്മീകൻ. സാഹചര്യത്തെ വിവേചിക്കും, വ്യക്തികളെ വിവേചിക്കും, ഏതാവശ്യമായിട്ട് വരുന്നെന്ന് വിവേചിക്കും. ആത്മീകനാണോ എന്ന് ഒരാത്മീകൻ മറ്റൊരു വ്യക്തിയെ നോക്കി വിവേചിക്കും. എന്നാൽ താനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല. കാരണം ആത്മീകനെ വിവേചിക്കാൻ അവസരം ഒരുക്കുന്നില്ല. അത് ആത്മീകനാണോ വിവേചിക്കപ്പെടാൻ അവസരം ഒരുക്കുന്നില്ല. ഈ വചനം കേൾക്കുമ്പോൾ ഒരു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച്, ഒരു ആത്മീകനായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, അപ്പൊ തന്നെ നമ്മളോടൊപ്പം പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരുവൻ, സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരുവൻ, മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരുവൻ, ഒറ്റയ്ക്കിട്ടിട്ട് പോകാത്ത ഒരുവൻ നമ്മോട് കൂടെയുള്ളത് ആത്മാവിലൊന്ന് തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ ജനത്തോട് കൂടിയിരിക്കുന്ന സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവികൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ കര കൂടുതലായി സ്തോത്രം ചെയ്യുന്നു. ഇടപെടുന്ന എല്ലാ കാര്യാദികളും ദൈവസ്ഥാനത്ത് കൂടിയിരിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നു തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ ചിറകിന്റെ മറവിൽ മറക്കട്ടെ. God bless you and walk with Jesus. Thank you so much.